സൂപ്പർസ് ബോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു സ്ക്വാഡ് ബിൽഡിങ് വീഡിയോ ആയിട്ടാണ് ഗൈസ്. അതായത് എൻ്റെ ഹയസ്റ്റ് സ്ക്വാഡാണ് നമ്മളിന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്ന ഹയസ്റ്റ് സ്ക്വാഡ്. നമുക്ക് നോക്കാം എൻ്റെ ഹയസ്റ്റ് സ്ക്വാഡ് എത്രയാണെന്ന്. ഓക്കെ, ആദ്യം ഗെയിം പ്ലാൻ എടുത്തിട്ട് GK എൻ്റെ കയ്യിൽ ഏറ്റവും ഹയസ്റ്റ് GK ആയിട്ടുള്ളത് ഒന്ന് വിക്ടർ ഭയ്യ ആൻഡ് ഡിയോകോസ്റ്റ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് വിക്ടർ ഭയ്യയാണ്, അതുകൊണ്ട് ഞാൻ വിക്ടർ ഭയ്യ ചൂസ് ചെയ്യുന്നു ഗൈസ്. ഓക്കെ, വിക്ടർ ഭയ്യ. പിന്നെ നമ്മുടെ റൈറ്റ് ബാക്കിലോട്ട് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഹയസ്റ്റ് റൈറ്റ് ബാക്ക് ആയിട്ട് ആരും ഇല്ല. പക്ഷെ ഞാൻ ബാസ്റ്റോണിയെ ഞാൻ പൊസിഷൻ കൊടുത്ത് ഞാൻ റൈറ്റ് ബാക്ക് കളിപ്പിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ബാസ്റ്റോണി. പിന്നെ ലെഫ്റ്റ് ബാക്കിലോട്ട് പോകുമ്പോൾ നമ്മുടെ LMF സർജിന് ഫോൺ എനിക്ക് ഡെയിലി ഗെയിം കൊണ്ട് കിട്ടിയതാണ്. അവനും മിഡ് കളിക്കും, അതുപോലെ ഇതും കളിക്കും, ലെഫ്റ്റ് ബാക്കും കളിക്കും. അതുകൊണ്ട് അവന് പ്രശ്നമൊന്നുമില്ല, ഗോ സ്പെഷ്യലിസ്റ്റാണ്. ഓക്കെ, ഇനി സെൻറ്റർ ബാക്കിലോട്ട് വരുമ്പോൾ നമ്മുടെ ഇയാൾ ആരാണ് വന്നിരിക്കും, നമ്മുടെ ഇവൻ എവിടെ കെന്നവാറോ ഗൈസ്. കെന്നവാറോ 106 ബോൾ നമുക്ക് ഫ്രീ കിട്ടി. എനിക്ക് കറക്റ്റ് കെന്നവാറോനെ കിട്ടി ഗൈസ്. പിന്നെ നമ്മുടെ അടുത്തത് CB ആയിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഹയസ്റ്റ് കാർഡ് മാർക്കിനിയോസ് ഗൈസ്. ഞാൻ അറിയാമല്ലോ, മറ്റേ ഇവിടെ നിന്ന് കിട്ടിയതാണ് ഗൈസ്. എന്താണ് സെലക്ഷൻ കോൺട്രാക്റ്റ്, അതിൽ നിന്നെടുത്തതാണ് ഗൈസ്. പിന്നെ നമ്മുടെ മിഡിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഹയസ്റ്റ് മിഡായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്, അതായത് AMF 3, ഒരു CMF 2 AMF അല്ലേ ഗൈസ്. അതിലൊന്നാണ് നമ്മുടെ റൗൾ. 104 പോകുന്ന നമ്മുടെ റൗളിനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അറ്റാക്ക് മിഡിൽ. വലിയ കുഴപ്പമില്ല, F2P യൂസേഴ്സിനൊക്കെ ബെസ്റ്റ് പ്ലെയറാണ് ഗൈസ്. പിന്നെ മറ്റ് ഒരു കാർഡാണ് നമ്മുടെ റൈറ്റ് കാർഡ്. TMF ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാർഡാണ് റൈറ്റ് കാർഡിൻ്റെ. പിന്നെ നമ്മുടെ ഇയാൾ റിഡൻ ഹസാർഡ്, അതായത് അറ്റാക്കിംഗ് മിഡ് കളിക്കുന്ന റിയൽ മാഡ്രിഡിൻ്റെ ഹസാർഡ് 102 പോകുന്ന ഹയസ്റ്റ് ആണ്. ഇതൊക്കെ ഹസാർഡിനെ വിളിച്ച് ഞാൻ കളിപ്പിക്കില്ല. പിന്നെ CFലോട്ട് പ്രവേശിക്കുമ്പോൾ നമ്മുടെ 106 പോകുന്ന റൊമാരിയോ ഇപ്പം ഇത് കൊടുത്തിട്ടിട്ടാണ് ഗൈസ്, അതായത് പ്രോഗ്രഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ബിൽഡ് ചെയ്തിട്ട് ഞാൻ ഹയസ്റ്റ് ആക്കാം. ഓക്കെ, മറ്റൊരു അതായത് നമുക്ക് റീപ്ലേസ്മെൻറ്റ് നടത്താം. ഹാരി കെയ്നെ ഞാൻ അറ്റാക്കിംഗ് മിഡിലോട്ട് ഹയസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ റൈറ്റ് വിങ്, അതായത് SS അല്ല, റൈറ്റ് വിങ് കളിപ്പിക്കും ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒലീസിനെയാണ് ഗൈസ്. ഒലീസിനെയാണ് ഞാൻ റൈറ്റ് വിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഈ അടുത്ത് ബ്രിക്സുകളൊന്നും ഇല്ലല്ലോ എൻ്റെ കയ്യിൽ, അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ നമ്മുടെ ഇവൻ ഫെർണാണ്ടോ ടോറസിനെ ഞാൻ ലെഫ്റ്റ് വിങ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ സബിലോട്ട് വരുമ്പോൾ ഹയസ്റ്റ് അല്ലേ, ഹയസ്റ്റിൽ ഒന്നാണ് ബാറ്റിസ്റ്റൂട്ട. പിന്നെ നമ്മുടെ മൈക്ക് ഓവന് എനിക്ക് ഫ്രീ ട്രയൽ കിട്ടിയതാണ് ഗൈസ്. ഏത് മറ്റേ പാക്ക്, ഏത് ബാറ്റിസ്റ്റൂട്ടൊക്കെ ഫ്രീ തന്ന ആ പാക്കിലല്ല, മറ്റാണ് ഓവനെ പാക്ക് വന്നല്ലോ. 100 കോയിൻ വെച്ച് സ്പെൻഡ് ചെയ്തതുകൊണ്ട് എനിക്ക് കിട്ടി 200 കോയിൻ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ നമ്മുടെ അടുത്ത ഒരു ഹയസ്റ്റ് ആണ് നമ്മുടെ വിനീഷ്യസ്. പിന്നെ നമ്മുടെ ഹാജി ദിദൌഫ് ഗൈസ്. ദിദൌഫിനെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ കരുതുന്നു. progression കൊടുത്ത ബെസ്റ്റ് കോഡാണ് ഗൈസ്.
പിന്നെ ഞാൻ നമ്മുടെ ഇടൻ ഹസാഡ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് കക്ക, നമ്മുടെ ഈ കക്ക ആണ്. പിന്നെ ഹയസ്റ്റ് ആരാണ്? ഓ ഗൈസ്, നമ്മുടെ സലാന് ഇറക്കിയിട്ടില്ല. ഹയസ്റ്റ് 102 വരെ പോകും ഗൈസ്. ഓക്കെ, പിന്നെ എവിടെ? പിന്നെ ഞാൻ യൂസ് ചെയ്യുക റോഡ്രി, ഹാളൻഡ്, എംബാപ്പെ. ഇനി ലാസ്റ്റ് ഒരു കാർഡ് എടുക്കുമ്പോൾ നമ്മുടെ മെസ്സി ഓർ വാൻഡൈക്ക്. എന്നാൽ ഞാൻ മെസ്സിയാണ് എടുക്കുന്നത്. പക്ഷെ ഞാൻ റൊണാൾഡോ ഫാനാണ്, എന്നാൽ ഞാൻ മെസ്സി എടുക്കുന്നു. കളി സെറ്റ് കളിയാണ് മോനെ. അതുപോലെ ഇപ്പോൾ വരുന്ന നമ്മുടെ 112 പോകുന്ന മെസ്സി നിങ്ങൾ കോയിൻ ഒക്കെ സ്പെൻഡ് ചെയ്യാതെ സേവ് ചെയ്ത് വെക്കണം ഗൈസ്. ഇല്ലെങ്കിൽ നിങ്ങളെ മുട്ടിപ്പിച്ചിരിക്കും കൊനാമി. ഇപ്പോൾ നല്ല പാക്കൊക്കെ കൊണ്ട് 112 മെസ്സിയൊക്കെ എടുക്കാൻ പറ്റാതെയാണ്. നിങ്ങൾ കോയിൻ സേവ് ചെയ്ത് വെക്കും. ഇപ്പോൾ വരുന്ന പാക്കൊക്കെ കറക്കരുത് ഗൈസ്. പിന്നെ നമ്മുടെ റൊമാരിയോനെ പ്രോഗ്രഷനിൽ നിന്ന് മാറ്റണം. നമുക്ക് പ്രോഗ്രഷനിൽ നിന്ന് മാറ്റട്ടെ. ഞാൻ ഓട്ടോ ബിൽഡ് കൊടുത്താൽ 106 പോവും എന്ന് തോന്നുന്നു. 106 പോവും ഗൈസ്. ഓട്ടോ ബിൽഡ് കൊടുത്താൽ 106 പോവും. പിന്നെ നമ്മുടെ റൈക്കാർഡ്, അതുപോലെ റൈക്കാർഡിന് 103 പോകും. പക്ഷേ അതിന് മാനേജറെ ചേഞ്ച് ചെയ്യണം ഗൈസ്. നമ്മുടെ റോമൻ അമോണിയത്തെ ഇടണം. അമോറിയം അവനെ ഇട്ടാലാണ് നമ്മുടെ റൈക്കാർഡ് 103 പോവുക ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഹയസ്റ്റ് സ്ക്വാഡ്. നിങ്ങളുടെ സ്ക്വാഡിൻ്റെ കളക്റ്റീവ് സ്ട്രെങ്ത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ സ്ക്വാഡ് വെച്ച് നമുക്കൊരു മാച്ച് കളിക്കണോ? അടുത്ത പാർട്ട് ഈ സ്ക്വാഡ് വെച്ചൊരു മാച്ചാണ് അടുത്ത പാർട്ടിൽ വരാൻ പോകുന്നത് ഗൈസ്. എല്ലാവരും മാച്ചിന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ബൈ.